കഥക് ഇന്നലെ അടച്ചില്ലേ ക്ലീറ്റോ? ഈ മനുഷ്യനെ ഞാൻ എന്താ ചെയ്യ? ക്ലീറ്റോ, ക്ലീറ്റോ, നിങ്ങൾ എന്താ ക്ലീറ്റോ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ചെയ്യണത്? വന്നേ നിങ്ങള് മുഖം കഴുകിക്കൊണ്ട് നടക്ക. ഇത് നോക്കിക്കേ. എന്ത് കഥക് ഇന്നലെ അടച്ചില്ല അല്ലെ? ഞാൻ നിങ്ങളോട് മലയാളത്തിൽ പറഞ്ഞിട്ടല്ലേ പോയത്? അടച്ചില്ലേ? തമാശ കളിക്കല്ലേ? ഞാൻ രാത്രി അടച്ചിട്ടില്ല ഒന്ന് കിടന്നേ. ഇപ്പൊ ഞാൻ ഇങ്ങനെ എഴുന്നേറ്റ് വന്നപ്പോ കഥക് തുറന്നു വന്ന് കിടക്കണല്ലോ. തക്കളിയായിരിക്കും. തക്കളി ബാത്റൂമിലല്ലേ? ബാത്റൂമിൽ ഞാനല്ലേ ഇവിടെ? ഞാൻ മോൻ കഴിക്കൊണ്ടിരുന്നല്ലേ ബാത്റൂമിൽ. തക്കളി അവിടെ ബെഡിലില്ലല്ലോ. അന്ന് അപ്പുറത്ത് പോയിട്ടുണ്ടാവും അമ്മയുടെ അടുത്ത്. തക്കളി അമ്മേ, അമ്മേ, തുറക്കാച്ചിട്ട് പ്രയാസമുള്ളതാണല്ലോ. അവളെ കൊണ്ട് തുറക്കാൻ പറ്റണ. തക്കളിയായി കിടന്ന് അലറല്ലേ? അമ്മാവോ അവിടെ ഉണ്ടോ അവള്? തക്കളിയാ? തക്കളീനെ കാണുന്നില്ല. വരുന്നേന്ന് കുറെ നേരം കൊണ്ട് അവിടെ കിടന്ന് പറയുന്നല്ലേ. എന്താ കാര്യം? അവളെവിടെ? അവിടെ അവൾ കളിച്ചോണ്ടിരിക്കുകയല്ലേ. എന്താ കാര്യം? മനുഷ്യൻ പേടിച്ചു പോയി. ഡാഡി ഞാൻ ഇന്നലെ രാത്രി ഇത് കളിച്ചിട്ട് അവിടെ മറന്നു വെച്ച്. അപ്പൊ രാവിലെ എണീച്ചപ്പോ ഇതാണ് ആദ്യം ഓർത്ത. ഞാൻ ഇത് എടുക്കാൻ പോയി. മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞുള്ളതാണ്. ഒന്നുമില്ല മാവ, ഇന്നലെയൊക്കെ കള്ളന്മാരുടെ കാര്യം പാലുകാരിയൊക്കെ പറഞ്ഞില്ലേ കള്ളനൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന്. അതിന് ഇവിടെ ചാടി കേട്ടോ. ഞാൻ കഥ പൂട്ടിയില്ല, ഇന്നലെ പൂട്ടിയില്ലെന്ന് പറയാം. എന്റെ അടുത്ത് ചാടി കയറുക. നീ എങ്ങനെ തുറന്നടിയത്? അത് ഞാൻ തുറന്നൊന്നുമില്ല, അത് തുറന്നു കിടക്കായിരുന്നു. നിന്നെയൊക്കെ വിശ്വസിച്ചിട്ട് എങ്ങനെ അടച്ചിട്ട് വേണ്ടേ വന്ന് കിടക്കാൻ? അമ്മ ഞാൻ പൂട്ടിയിട്ടല്ലേ അമ്മ ഇന്നലെ ഞാൻ വന്ന് കിടന്നേ. പിന്നെ തന്നെ തുറക്കാൻ കൂടെ എനിക്കെങ്ങനെ അറിയാം? എടി ഇന്ന് വേറെന്തായാലും പോയിന്റ് നോക്ക്. എന്താ ഈ വീട്ടിൽ മാത്രം എപ്പോഴും കള്ളം കള്ളൻ കള്ളം കയറിയതായിരിക്കും. എന്റെ പൈസ കാണണില്ല. അയ്യോ, വേറെ എവിടെയെങ്കിലും വെച്ചാൽ നോക്ക്. എവിടെ? എത്ര? 620 രൂപ. എത്ര? 620 രൂപ. വേറെ എവിടെയെങ്കിലും വെച്ചാൽ നോക്ക്. നിന്റെ പേഴ്സ് എടുത്ത് നോക്ക്. എന്റെ രസീത് ബുക്കല്ല അവിടെ ഉണ്ട്. അതൊന്നും ആരും എടുത്തിട്ടില്ല. ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയും. എന്റെ പൈസ കണ്ട വില പിടിപ്പുള്ള സാധനങ്ങൾ 620 മാത്രമായിട്ടാണ് പോവുക. എന്റെ ഫോൺ ഉണ്ട് അവിടെ. ഈ വില പിടിച്ച ഫോൺ വരെ കൊണ്ടുപോയിട്ടില്ല. പിന്നെ അങ്ങനെ കാശ് കൊണ്ടുപോയി? എന്റെ പൈസ കാണാനില്ല. എടി അത് വേറെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും. ഞാൻ ഇതിനകത്ത് പൈസ വെക്കണം. നീ എന്തിനാ അതിനകത്തോട്ട് പൈസ വെക്കണേ? പറഞ്ഞ അമ്മ, എന്റെ പൈസ പോയി. പൈസ കാണാനില്ല. പൈസ 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 ഒരു 620 രൂപയ്ക്ക് വേണ്ടിയാണ് ഈ കിടന്ന് കാരണം. നീ ഒന്ന് അടങ്ങ്. അമ്മക്ക് അങ്ങനെ പറയാം. ഞാൻ നല്ലോണം ചവിട്ടി ഉണ്ടാക്കിയ പൈസ. നമുക്ക് ഇനിയും ചവിട്ടാലോ. എനിക്കൊന്നും സംഭവിച്ചില്ല. നമുക്ക് ആർക്കും വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്റെ കാശ് പോയില്ലേ? വെറും 620 ഉറുപ്പിക പോയാൽ അങ്ങനെ കടന്ന് കരയണത്. ഇന്നലെ ചേച്ചിയുടെ മാല കാണാനില്ല എന്ന് പറഞ്ഞപ്പോ സമാധാനിപ്പിച്ചോളാണല്ലോ. സ്വന്തം കാശ് പോയപ്പോ പൊള്ളിയില്ലേ? സമാധാനപ്പെട്. ടെൻഷൻ കിട്ടട്ട്. 620 രൂപ ഞാനും കാണുന്നില്ല. അമ്മ 620 കൊണ്ട് 1000 ആയിട്ടും കൂടെ അവള് കരഞ്ഞു. കരയാതിരി. തരും തരും അമ്മ തരും. സമാധാനപ്പെട്. നോക്കി കണ്ട കുട്ടിക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി അവൾക്ക് സ്കൂളിൽ പോണ്ടേ? അമ്മാവന് ഇതിന് ദേഷ്യപ്പെടണേ. സമാധാനത്തിൽ പറയാൻ അറിഞ്ഞൂടെ? സമാധാനത്തില് രാവിലെ തന്നെ ഓരോന്ന് വിളിച്ചു പറഞ്ഞിട്ട്. എന്നാലും ഞാൻ ആലോചിക്കുകയായിരുന്നു ഈ 620 രൂപ ആലോചിക്കണവൻ വാതിലും തുറന്ന് മരത്തിട്ട് വന്ന് കടന്നുറങ്ങിട്ട് പൊന്നാനം പറയാൻ നിൽക്കവൻ. ഞാൻ പൂട്ടിയമ്മ സത്യം. നീ പൂട്ടി. ഞാൻ വെറുതെ വല്ല നിന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട. നീ പിന്നെ തുറന്നോടി ആവശ്യത്തിന്. ആരെടുക്കാൻ പോയി? അതിനെടുക്കാൻ നീ തുറന്നു നടന്ന പോലെ പോയത്. പിന്നെ അതെങ്ങനെ തുറന്നു? സൂക്ഷിക്കണം. Alien versus Alien.